ലാലേട്ടൻ്റെ ബറോസ് സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. നിവിൻ പോളിയുടെ അടുത്ത പടം ജൂഡ് ആൻ്റണിയുടെ കൂടെ ആയിരിക്കുമെന്ന് നിവിൻ പോളി ഇപ്പോൾ ഒരു പൊതുവേദിയിൽ വെച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. സിനിമ ഒരു മാസ് എൻ്റർടൈനർ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആഷിഖ് കപൂറിൻ്റെ റിഫിൽ ക്ലബ്ബ് എന്ന സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 2,15,00,000വും രണ്ടാമത്തെ ദിവസം 2,20,00,000വും അങ്ങനെ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ എന്നത് 4,35,00,000 രൂപയാണ്. ഇനി സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ എന്നത് 2,31,00,000 മാർട്ടിൻ ബ്രക്കായിട്ട് നിർമ്മിക്കുന്ന കുഞ്ചാക്കോ ബോബൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ റിലീസ് ഫെബ്രുവരിയിലായിരിക്കുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഗ്രീൻ റൂമും ഡ്രീം ബിഗ് ഫിലിംസും ചേർന്നാണ് സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ എന്നിവരാണ് സിനിമയിലെ മറ്റ് താരങ്ങൾ. ടോവിനോ തോമസിൻ്റെ നരിവേട്ട എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. സിനിമ പാക്കപ്പ് എന്ന സിനിമയുടെ ടീം ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉടനെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ എന്നൊരു സിനിമ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരാനിരിക്കുന്ന ചിത്രമാണ്. ഈ ഒരു സിനിമ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ യൂണിവേഴ്സിലുള്ള ചിത്രമാണ്. ഈ ഒരു യൂണിവേഴ്സിലെ 3ാമത്തെ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റാണ് ഇനി വരാൻ പോകുന്നത്. ഇതൊരു സോംബി പടമായിരിക്കുമെന്ന് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. മാർക്കോ സിനിമയുടെ കളക്ഷനിലേക്ക് വരാം. മാർക്കോ സിനിമ കഴിഞ്ഞ ദിവസം 5 കോടിയോളം രൂപ കേരളത്തിൽ കളക്ഷൻ ഇട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നത് ഏകദേശം 22 കോടിയോളം രൂപയാണെന്നും പറയുന്നുണ്ട്. അതുപോലെ 3ാം ദിവസത്തിലേക്ക് മാർക്കോ എത്തിയപ്പോൾ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് 2,38,00,000 രൂപ അയക്കുകയാണ്. ആദ്യ ദിവസം കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് 2,20,00,000 ആയിരുന്നു. അങ്ങനെ 4,45,00,000 രൂപ മാർക്കോ സിനിമ കേരളത്തിൽ മാത്രം ആദ്യ ദിനം കളക്ഷൻ നേടി. 2ാം ദിവസത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഏകദേശം 2 കോടിക്ക് അടുത്തുമുണ്ട്. ഇപ്പോൾ 3ാം ദിവസം കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് 2,38,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ 2ാമത്തെ ബിഗ്ഗസ്റ്റ് സൺഡേ അഡ്വാൻസ് ബുക്കിംഗ് ആണ് മാർക്കോയിൽ കാണുന്നത്. അങ്ങനെ കേരളത്തിൽ 3 ദിവസം കൊണ്ട് വീക്കെൻഡ് കളക്ഷനായിട്ട് മാർക്കോ സിനിമ 15 കോടിയോളം രൂപ കളക്ഷൻ ഇടുമെന്ന കാര്യത്തിന് സംശയമില്ല. എന്തായാലും മാർക്കോ സിനിമ വലിയൊരു ബെഞ്ച് മാർക്ക് തന്നെയാണ് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ തീർത്തിരിക്കുന്നത്. ഇതുപോലെ വലിയ ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ മാർക്കോ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.